ഇടവകയിലെ കൈക്കാരന്മാരോടൊപ്പമാണ് ഈ ഒരു യാത്ര ഞാൻ നടത്തുന്നത്. കേരളത്തിലെ വാഗമണിലാണ് ഞാൻ ആയിരിക്കുന്നത്. വാഗമണിലെ ഫ്ലവർ ഗാർഡൻ കാണുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 100 രൂപ നിരക്കിലാണ് ഇതിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് ലഭ്യമാകുന്നത്. ടിക്കറ്റ് എടുത്ത് അതിനുശേഷം ഈ ഒരു ഗേറ്റിലൂടെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശന കവാടം തന്നെ അത് ഗംഭീരമായിട്ട് തന്നെയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം മുന്നോട്ട് കടന്നു ചെന്ന് കഴിയുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് വിവിധ ആകൃതിയിലും വിവിധ വലിപ്പത്തിലുമൊക്കെയുള്ള ഒത്തിരിയേറെ ചെടികളുടെ വലിയൊരു സമാഹാരം തന്നെയാണ്. ഇതാ നല്ലൊരു ഡെമോ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വിവിധ അടുക്കുകളും തട്ടുകളും ഒക്കെ ആയിട്ട് ഒരു പ്രദേശം മുഴുവനും നല്ല പൂക്കൾ കൊണ്ട് നല്ല ചെടികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പ്രതീതി. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് മാത്രം. ഒരു സായാഹ്നത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഈ ഒരു ഗാർഡൻ കാണുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ക്ലാരിറ്റിയിൽ അല്പം ഒരു വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമുണ്ട്. ഏതായാലും ഗാർഡനിലൂടെ നടന്നു നീങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ഇമവെട്ടാതെ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളൊക്കെ അതിമനോഹരമായിട്ട് കാണപ്പെടുകയാണ്. ഇടയ്ക്കെല്ലാം മനോഹരമായ ഡെമോ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള കവാനം. അത് കടന്നതിന് ശേഷം വേണം മുന്നോട്ട് നീങ്ങുവാൻ. ആളുകൾ നന്നേ കുറവാണ്. കാരണം മഞ്ഞും മഴയും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലവർ ഗാർഡൻ കാണുവാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഏതായാലും വാഗമൺ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് ധാരാളം ടൂറിസ്റ്റ് ബസ്സുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ വ്യഗ്രചിത്തരായിട്ട് നിൽക്കുകയാണ്. ഏതായാലും ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫ്ലവർ ഗാർഡൻ കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. കമാനങ്ങൾ പോലും അതിമനോഹരമായിട്ട് കാണപ്പെടുകയാണ്. ഏവർക്കും ഫോട്ടോഷൂട്ടിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ യഥേഷ്ടം നിലനിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ആന്തോറിയത്തിന്റെ വൻ ശേഖരം തന്നെ ഈ ഒരു ഭാഗത്ത് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് അതിമനോഹരമായിട്ട് ഞങ്ങൾ കാണപ്പെടുകയാണ്. നല്ല മഴ അനുഭവപ്പെട്ടത് കൊണ്ട് ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ അഭയം തേടിയത്. ഏതായാലും പുറത്ത് മഴയാണ്. അതുകൊണ്ട് ഗ്രീൻ നെറ്റിലുള്ള ഈ ആന്തോറിയത്തിന്റെ കാഴ്ചകൾ മുഴുവനും എന്റെ ക്യാമറയിൽ ഞാൻ വണ്ണായിട്ട് പകർത്തുകയാണ്. അതിനുശേഷം മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഈ ഒരു ഗാർഡനിലൂടെ ഉള്ള യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ഓരോ സ്ഥലത്തും വ്യത്യസ്തതയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ പ്രദേശവും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഇടവകയുടെ അതിർത്തി ഭാഗത്തായിട്ട് നിലകൊള്ളുന്ന ചേനാട് ഇടവക്കാരനാണ് എന്നുള്ള കാര്യം കൈക്കാരന്മാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വീണ്ടും മഴ കൂടിയപ്പോൾ ഞങ്ങൾ ഈ ഒരു ഗ്രീൻ നെറ്റിൽ അഭയം തേടുകയാണ്.
ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു ഗാർഡൻ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോപ്പ് ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുകളിൽ നിന്നുള്ള ദൃശ്യം പോലും അതിമനോഹരമായിട്ടാണ് ഞങ്ങൾക്ക് കാണപ്പെടുന്നത്. ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ വാഗമണിലെ മൊട്ടക്കുന്നിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് കാണപ്പെടുന്നത്. ചുറ്റുപാടുമൊക്കെ മനോഹരമായ പച്ചപ്പുകളാൽ നിറഞ്ഞു നിൽക്കുന്ന, പുൽമേടുകളാൽ നിറഞ്ഞു നിൽക്കുന്ന നല്ല മൊട്ടക്കുന്നുകൾ. അതിന്റെയൊക്കെ ഒരു കാഴ്ച എന്ന് പറയാൻ നേരിട്ട് കാണുമ്പോൾ മനോഹരമായിട്ടല്ല, അതിമനോഹരമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അതിന്റെ കാഴ്ചകളൊക്കെ എന്റെ ക്യാമറയിൽ പരമാവധി ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. എങ്കിലും നേർക്കാഴ്ചയാണ് ഏറ്റവും മനോഹരമായിട്ട് കാണപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സായാഹ്നത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിന്റെ അപര്യാപ്തത തീർച്ചയായിട്ടും എന്റെ ക്യാമറയിൽ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അതൊന്നും വകവെക്കാതെ ഞങ്ങൾ മുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ വി ലവ് വാഗമൺ എന്ന് എഴുതിയിരിക്കുന്ന, അതും വളരെ വലുപ്പത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം ഞങ്ങൾ കാണപ്പെടുകയാണ്. ഒരു മൊട്ടക്കുന്ന് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ടോപ്പ് ഭാഗമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ അതിന്റെ നല്ലൊരു വ്യൂ കിട്ടാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി ശരിക്കും നടത്തിയിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ടാണ് ഇവിടെ ഒരു പടവിൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇതിന്റെ ചുറ്റുപാടുമുള്ള വ്യൂ പോയിന്റുകൾ മുഴുവനും നല്ല രീതിയിൽ കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വ്യൂ പോയിന്റ് പടവ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുപാടും അതിന് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഞാൻ എന്റെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടും കാണപ്പെടുന്നത് മനോഹരമായ മൊട്ടക്കുന്നുകള്. സായാഹ്നത്തിലായതിന്റെ ഒരു പ്രശ്നം മാത്രമാണ് ഈ ഒരു ക്യാമറ ക്ലാരിറ്റിയിൽ കുറവ് സംഭവിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും പരമാവധി ഞാൻ ഒപ്പിയെടുക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് പണികഴിപ്പിച്ച ടൗൺഷിപ്പാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെയാണ് കൂടുതൽ ആൾക്കാരും എത്തിച്ചേരുന്നത്. ടൂറിസ്റ്റ് ബസ്സുകൾ മുഴുവനും ആ ഭാഗത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികളെ ആകർഷിക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള മനോഹരമായ അട്രാക്ഷനോട് കൂടിയ ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വാഗമണിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവരും തന്നെ അവിടെ ബസ് പാർക്ക് ചെയ്ത് അവിടെയുള്ള ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ താഴ്വാരങ്ങളിലായിട്ട് നിലകൊള്ളുന്ന ഈ ഒരു ഗാർഡനിലേക്ക് ആൾക്കാര് പതുക്കെ പതുക്കെയാണ് എത്തിച്ചേരുന്നത്. മിക്കവാറും സായാഹ്നമാകും. എങ്കിലും സായാഹ്നം ചെലവഴിക്കുവാൻ ഏറ്റവും നല്ല ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ മൊട്ടക്കുന്നുകളിൽ തന്നെയാണ്. ഇതിന്റെ മുൾഭാഗത്ത് എത്തിച്ചേർന്നുകൊണ്ട് നല്ല വിശ്രമത്തിൽ കഴിയുവാനും ഉല്ലാസപൂർവ്വ സമയം ചെലവഴിക്കുവാനും പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു പടവിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒപ്പിയെടുക്കുന്ന നല്ല ഒരു തടാക കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുട്ടക്കുന്നുകളുടെ താഴ്വാരങ്ങളിലാണ് ഒരു പ്രത്യേക ആകൃതിയിലുള്ള ഈ ഒരു തടാകം നിലകൊള്ളുന്നത്. അതുപോലും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ചുറ്റുപാടും പരമാവധി ഞാൻ സൂം ചെയ്ത് ഒപ്പിയെടുക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. കാരണം പ്രേക്ഷകരിലേക്ക് പരമാവധി കാഴ്ചകൾ എത്തിച്ചേർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വ്യൂ പോയിന്റോടുകൂടി ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. താഴെ റോഡിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ പോലും നല്ല വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. ഒത്തിരിയേറെ അകലത്തിലാണ് ഇത് നിലകൊള്ളുന്നത്. എങ്കിൽ പോലും ക്യാമറ കണ്ണുകൾ അതുപോലും ഒപ്പിയെടുക്കുന്ന കാര്യത്തിൽ ഒട്ടും കുറവ് കാണിച്ചില്ല. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഗുജറാത്തിലായിരിക്കുന്ന അവസരത്തിലാണ് ഇത്രമാത്രം ഒരു നവീകരണ പ്രവർത്തനങ്ങൾ വാഗമൺ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തിന് കൈവന്നത്. ഈ ഒരു ടൗൺഷിപ്പ് പോലും ഈ അടുത്ത കാലത്താണ് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ വായിക്കുവാൻ ഇട വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഗമൺ ആഗമന ഒരു വീക്ഷണം നടത്തണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചോളം ഇത് നവ്യമായ അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ നവ്യമായ അനുഭവത്തിലൂടെയും യഥേഷ്ടം കടന്നു പോകുവാനും ഞാൻ മറന്നില്ല. വി ലവ് വാഗമൺ എന്നെഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് അവസാന ചിത്രീകരണവും ഞാൻ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്തുള്ള ഈ നവീകരണ പ്രവർത്തനങ്ങൾ കാണാത്തവര് വന്ന് കാണണം എന്ന് തന്നെ ഞാൻ അഭിപ്രായം